UAE നിരന്തരം ഇറാൻ ആക്രമിക്കുന്നത് എന്ത് കാരണത്താലാണ് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അറേബ്യൻ മീഡിയ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അറേബ്യൻ രാജ്യങ്ങൾ അക്രമത്തിന് വിധേയമായിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. ഇറാൻ്റെ അക്രമത്തിന് വിധേയമായത്. അതിനവർ പറയുന്ന കാര്യം എങ്ങനെയാണ്? ഇസ്രായേലുമായിട്ട് നേരിട്ടുള്ള ബന്ധം വലിയ രീതിയിലുള്ള ആഘാതം ഭാവിയിൽ ഇറാൻ ഉണ്ടാക്കും. ഇപ്പോഴത്തെ ഒരു നിശബ്ദ സാഹചര്യങ്ങളൊന്നും അല്ല ഇനി വരാൻ പോകുന്നത്. കഠിനമായിരിക്കുന്ന ഇടപെടൽ ഇസ്രായേൽ UAE വെച്ചുകൊണ്ട് നടത്താനുള്ള സാധ്യതയുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. എവിടെ? UAE-യിൽ. അത് ഇത്തരമൊരു സംവിധാന കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. സാധാരണഗതിയിൽ മറ്റുള്ള പല കാര്യങ്ങളും പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനോട് സഹായം തേടുന്ന ഒരു സാഹചര്യങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ, സൈനികർ, സംവിധാനങ്ങൾ എല്ലാം UAE കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? UAE കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന് ആക്രമണം നടത്തുന്നത്. അപ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്ന് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് തന്നെ തങ്ങൾ തെളിയിച്ചതാണ്. അതായത് അയൺ ഡോമാണ് പ്രതിരോധ സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ടത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് എന്ന് ഇസ്രായേൽ ലോകത്തോട് പറയപ്പെട്ട ആ പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ടാണ് തങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിരന്തരം എന്ന തരത്തിൽ ആക്രമിച്ചത്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യയും സംവിധാനമൊക്കെ ഞങ്ങൾ ചോർത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ശക്തിയുള്ള മിസൈലുകളെയാണ് ഈ അയൺ ഡോം മിസൈൽ പ്രതിരോധിക്കുക എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ശക്തിയും ബലവും വേഗതയും കൂട്ടി അതിനെ തകർക്കാനുള്ള ബദൽ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. ആ സംവിധാനം ഇപ്പോൾ UAE വെച്ചതുകൊണ്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നേരിടുന്നത് ഇറാനെയാണല്ലോ. ഇറാൻ നേരിടുന്ന സമയത്ത് അയൺ ഡോം സംവിധാനം പോരാ. പക്ഷേ ഞങ്ങൾ ഇറാനെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അപായം ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യമില്ല എന്നതുകൊണ്ടാണ് എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം ലോകത്തിന് വിൽപ്പന നടത്തിയത് UAE മാത്രമാണ് ഇസ്രായേൽ. എന്നാൽ ഈ അമേരിക്കക്ക് നൽകിയിട്ടുണ്ട്. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണാടിസ്ഥാനത്തിൽ നൽകിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ UAE എന്ന് പറയാൻ വേണ്ടി പറ്റും. അറേബ്യൻ രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് UAE ആണ്. അപ്പോൾ ഇപ്പോൾ പല തരത്തിലും, അതായത് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ UAE ആക്രമിക്കുന്നു. അതിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. അവിടെ നിന്നാണ് നിരീക്ഷണം നടത്തുന്നത്, അവിടെ നിന്നാണ് ഞങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോർമുസിലൂടെ ഒരു കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത്, കപ്പൽ നീങ്ങുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായ വിവരം എങ്ങനെയൊക്കെ അമേരിക്കയുടെ കൈവശത്തിൽ കിട്ടുന്നോ സമാനമായ രീതിയിൽ ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് 3 അമേരിക്കയുടെ കപ്പലുകളെ ഒരേ സമയത്ത് തങ്ങൾ ആക്രമിച്ചത്. അതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലക്ഷ്യം കാണുകയും ചെയ്തു. ആകാശ ചിത്രങ്ങൾ കൃത്യതയോടുകൂടി തങ്ങൾ ശേഖരിച്ചുകൊണ്ട് ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തങ്ങൾ നടത്തുകയും അതിന് അവരുടെ കൂമ്പൊടിക്കുന്ന രീതിയിലുള്ള അക്രമ പരമ്പര തന്നെ ഹോർമുസിൻ്റെ കടൽ കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഇസ്രായേലിനോടും അമേരിക്കയോടും സഹവർത്തിത്വം സഹകരണവും കാണിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. അവരാൽ നിങ്ങൾ സുരക്ഷിതരല്ല. അതായത് അമേരിക്കയുടെ സൈനിക ബേസുകളൊക്കെ അറേബ്യൻ രാജ്യങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിനാൽ തന്നെ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് അമേരിക്ക പറയുന്നതിൽ എന്താ അടിസ്ഥാനമുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് അമേരിക്ക പ്രതിരോധിക്കേണ്ടിയിരുന്നു. അപ്പോൾ അത് കൃത്യമായിരിക്കുന്ന ശത്രുവിനെയാണ് എന്ത് ചെയ്യുന്നത്? അറേബ്യൻ രാജ്യങ്ങൾ പാല് കൊടുത്ത് വളർത്തുന്നത്. ആ പ്രവൃത്തി തന്നെ ഒഴിവാക്കണം. അല്ലാതെ വീണ്ടും അവരുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടാക്കുക, അവരുടെ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുക, അവരുടെ പ്രൊഡക്റ്റുകൾ ഇറക്കുമതി ചെയ്തിട്ട് വിൽപ്പന നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് വിദേശ നാണ്യം ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുക, എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവരുടെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് സഹകരണം കാണിക്കുക. ഇത്തരം പ്രവൃത്തികളൊക്കെ വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കും. മാത്രമല്ല, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്രോളിയം വിൽപ്പന നടത്തുന്ന സമയത്ത് അമേരിക്കയുടെ ഡോളർ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ ചൈനയുടേതോ അല്ലെങ്കിൽ റഷ്യയുടേതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടേതോ ഉപയോഗിക്കുക എന്നല്ലാതെ ഒരിക്കൽ പോലും ഡോളർ ഉപയോഗിക്കാൻ പാടില്ല. ഡോളർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ കറൻസിക്ക് വലിയ രീതിയിൽ മൂല്യം കൂടും. അങ്ങനെ അവർ സാമ്പത്തികപരമായി വലിയ അഭിവൃദ്ധിയുള്ള രാജ്യമായിട്ട് മാറും. അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം നമ്മുടെ പണം കൊണ്ട് നമ്മൾ തന്നെ ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്നതിന് തുല്യമായിരിക്കുന്ന രീതിയാണ് എന്നൊക്കെയാണ് ആ വിഷയമായിട്ട് പറഞ്ഞു വെക്കുന്നത്.
അപ്പോൾ UAEക്ക് നേരെയുള്ള ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇനി ഞങ്ങൾ അത്രക്കൊന്നും ഇനി ക്ഷമിക്കില്ല എന്നുള്ളതും ഞങ്ങളുടെ ക്ഷമയുടെ പരിധി കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ UAE പറയുന്നുണ്ട്. അതിൻ്റേതായിരിക്കുന്ന പ്രയാസമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഏറ്റവും അവസാനം. അതവർ നിഷേധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആക്രമണം നടത്താതിരിക്കരുത്. പിന്നീട് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒരു രാജ്യത്തിൻ്റെ കപ്പലുകൾക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ അമേരിക്ക എത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ വിഷയം. അവരുടെ യുദ്ധം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ് അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. ഒന്ന് ഹോർമുസാണ്, രണ്ടാമത്തെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു തരത്തിലും ഇറാനെ പോലുള്ള ഒരു രാജ്യം ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയാനകരമായിരിക്കും. അത് അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേൽ അനുഭവിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾക്ക് എന്തിനാണ് ആണവായുധം ഇടുന്നത്? ഇസ്രായേൽ അനുഭവിക്കൂ എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് സംശയമുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ സമ്പുഷ്ട യുറേനിയം ആരുടെ കൈ കൊടുക്കണം? അമേരിക്കയുടെ കൈ കൊടുക്കണം. അപ്പോൾ അമേരിക്കയുടെ കയ്യിൽ കൊടുക്കാൻ തങ്ങൾക്ക് സൗകര്യമില്ല. തങ്ങളുടെ രാജ്യത്തുള്ള തങ്ങളുടെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത്. ആണവായുധം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ നിലപാടിനെ തന്നെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും എത്തിച്ച് പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, UAE ആക്രമിക്കുന്നതിന് പ്രധാനമായിരിക്കുന്ന കാര്യം അവർ ഇസ്രായേലുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ളത് ഇറാൻ മനസ്സിലാക്കിയതാണ് ഇത് പ്രധാനമായിരിക്കുന്ന കാര്യം. ഭാവിയിൽ അത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുണ്ടാവും. എതിർക്കുകയും പ്രതിരോധിക്കാനും ഇപ്പം തന്നെ സാധിച്ചിട്ടില്ലെങ്കിൽ പുതിയ പുതിയ ആയുധങ്ങളും പുതിയ പുതിയ പരീക്ഷണങ്ങളും പുതിയ പുതിയ സംവിധാനങ്ങളും UAE കേന്ദ്രീകരിച്ച് കൊണ്ടുവരും. അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഉള്ളതുപോലെ ഭാവിയിൽ ഇസ്രായേലിന് സൈനിക ബേസ് ഉണ്ടാവില്ല എന്നെങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ഒരു മുതിർന്ന ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥനെ ചോദിച്ചത്. അപ്പോൾ ആ തരത്തിൽ നിന്നുള്ള അവസ്ഥക്ക് മാറ്റം വരേണ്ട, അവർ സുരക്ഷിതരല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്നത് വരെ അല്ലെങ്കിൽ ബോധ്യപ്പെടുന്നത് വരെ തങ്ങൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് ചുരുക്കം.